ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു മീൻ പൊരിക്കലായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലെ ശംഖുമുഖം ബീച്ചിൽ പോയപ്പം ഫ്രഷായിട്ട് പിടിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ കേട്ടോ. കുറച്ച് അയലമീൻ കിട്ടി. അപ്പോൾ അവനെ നമുക്കങ്ങ് പൊരിക്കാൻ ഓർത്തു. ഇന്നലെ വെട്ടാൻ ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അവനെ അങ്ങ് വെട്ടി ക്ലീൻ ആക്കി എടുക്കാമെന്ന് ഓർത്തു. ഞാൻ പിന്നെ എൻ്റെ ചേച്ചി അമ്മയും മീൻ വെട്ടുന്ന കണ്ടാട്ടോ മീൻ വെട്ടാൻ പഠിച്ചത്. എനിക്ക് വലിയ ഇഷ്ടമുള്ള പരിപാടിയൊന്നും അല്ല, എന്നാലും വെട്ടാനൊക്കെ അറിയാം കേട്ടോ. ഒരുപാട് വലിയ മീൻ എനിക്ക് വെട്ടാൻ അറിയില്ല, എന്നാലും ഇടത്തരം മീനൊക്കെ ഞാൻ വെട്ടു കേട്ടോ. പിന്നെ ഓരോരുത്തരും മീൻ വെട്ടുന്ന ഓരോ രീതികൾക്കാണല്ലോ. എൻ്റെ വെട്ടൽ ഇങ്ങനെയൊക്കെ ആട്ടോ കേട്ടോ, എങ്ങനെയൊക്കെയോ വെട്ടി വൃത്തിയാക്കി എടുക്കും. എനിക്ക് പിന്നെ നല്ല വൃത്തിയാകണം, അത് നിർബന്ധം കേട്ടോ. എൻ്റെ മീൻ വെട്ട് കാണുമ്പോൾ അമ്മയൊക്കെ പറയാം കേട്ടോ, ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ മീനൊന്നും മിച്ചം കാണത്തില്ലെന്ന്. പക്ഷേ എന്താണെന്നത് ഇതൊക്കെ വെട്ടിക്കളഞ്ഞാൽ എനിക്കൊരു സമാധാനമില്ല. ഇതിപ്പോൾ ഞാൻ കുറേ നാൾ കൂട്ടിയാട്ടോ മീൻ വെട്ടുന്നത്. ഇവിടെ മമ്മിയാട്ടോ പാവം മീൻ വെട്ടുന്നത്. മമ്മീനൊക്കെ സമ്മതിക്കണം. പാവം മീൻ അതിൻ്റെ ഒരു കണ്ണു പോയി കേട്ടോ, കഷ്ടമുണ്ട്. എനിക്കോ അറിയാം. ഇതേപോലെ ചെറിയ അങ്ങനെ മീൻവെട്ടിലൊക്കെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ വെട്ടി കൊടുക്കുമ്പോൾ മീൻവെട്ടിലൊക്കെ തീരാറായി. അപ്പോഴാണ് അതേ ഒരു മീനിൻ്റെ വയറ്റിൽ നിന്ന് മുട്ട കണ്ടത് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ മുട്ട പനിഞ്ഞെന്നൊക്കെ പറയും. ഇനി ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കാണുന്ന ആരിലുണ്ടെങ്കിൽ എന്ന് പറയണേ. പണ്ട് മീൻ വെട്ടുമ്പോൾ എപ്പം മുട്ടക്കിടയിൽ എൻ്റെ അമ്മ എനിക്ക് വറുത്ത് വരുമായിരുന്നു കേട്ടോ. മീൻ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ ഉളുമ്പ് പോകാനായിട്ട് ഉപ്പിട്ട് കഴുകണമെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളത് പാലിക്കണമല്ലോ. അങ്ങനെ ഉപ്പിട്ടൊക്കെ നല്ല വരയ്ക്ക് നമ്മുടെ അയലക്കുട്ടന്മാരെ നല്ല സൂപ്പറാക്കി വെളുപ്പിച്ചെടുക്കണം. ഈ മീൻ മൺചട്ടിയിലിട്ട് തന്നെ കഴുകി കഴിഞ്ഞാൽ നല്ലപോലെ വെളുക്കുന്ന കേട്ടോ പറയുന്നത് ഉപ്പിട്ട്. അല്ലാത്ത ചട്ടിയിലെക്കാട്ടിൽ നല്ലത് മൺചട്ടിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ മൺചട്ടി തന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. അങ്ങനെ മീൻകുട്ടന്മാരെയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ. നമ്മളൊക്കെ പറയത്തില്ലേ ശവത്തി കുത്താന്ന് എന്ന് പറഞ്ഞ പോലെ പാവം ചത്ത മീനെ നമുക്ക് ഒന്നും കൂടെ കൊല്ലുക എന്ന് പറഞ്ഞ പോലെ മീനെ നല്ലപോലെ വരഞ്ഞെടുക്കണം. പാവം മീനല്ലേ, ഞാൻ എന്ത് ദുഷ്ടത്തരമാണ് കാണിക്കുന്നത്. കൊന്നാ പാവം തിന്നാൻ തീരുമെന്നാണല്ലോ. അങ്ങനെ മീൻകുട്ടന്മാരെയൊക്കെ കത്തിക്കൊണ്ട് നല്ല വരഞ്ഞ് റെഡിയാക്കി ഇവിടെ നിരത്തി വെച്ച് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ മസാല റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ എൻ്റെ മസാല എന്ന് പറയുമ്പോൾ ഇന്ന മസാല എന്നൊന്നുമില്ല. അപ്പം എന്തൊക്കെ മസാലകളാണ് എൻ്റെ കൈ കിട്ടുന്നത് അതൊക്കെ ഞാൻ വരിയിടും കേട്ടോ. എന്തായാലും പിന്നെ ദൈവത്തിന് ആരെയും കൊണ്ടിട്ട് ടേസ്റ്റായിട്ട് തന്നെ കിട്ടും, അതൊരു ഭാഗ്യമാണേ. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെന്തായിരുന്നു മറന്നുപോയല്ലോ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ ഇടേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടണം കേട്ടോ. പേസ്റ്റ് ഞാൻ ജസ്റ്റ് ചതച്ചിട്ടിടുവാണ് പതിവ്. പിന്നെ ഉപ്പ്, നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് വിനാഗിരി ഒഴിച്ചേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി കുഴച്ചെടുക്കണം. പിന്നെ ഞാൻ കുറച്ച് മീൻ മസാല ഇട്ടായിരുന്നു കേട്ടോ. ഇത്ര ഇട്ടാണ് ഇന്നത്തെ മീൻ പൊരിക്കൽ മസാല ഞാൻ റെഡിയാക്കി എടുത്തത്. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച കേട്ടോ. പാൽ കവറിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ചതച്ചെടുക്കുന്നത്. ഇടികളിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഞാനും ഇടികളിൽ അങ്ങ് സെറ്റ് ആകത്തില്ല, അത് അവിടെ ഇവിടെ എല്ലാം തെറിച്ചു പോകും. അപ്പം എനിക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ ഒന്ന് പിരിച്ച് വെച്ചിട്ട് നല്ലപോലെ ഇടിച്ചങ്ങ് ചതച്ചെടുക്കും. പിന്നെ പാൽ കവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇടിച്ചെടുക്കാൻ പറ്റും. നല്ലപോലെ ചതഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ചതക്കൽ രീതി. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ചതച്ചെടുത്തതിന് ശേഷം അതും കൂടെ നമ്മുടെ മസാലയ്ക്കകത്ത് തട്ടിക്കൊടുക്കണം. കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് ചതഞ്ഞ് വന്നത്. നല്ല സൂപ്പറായിട്ട് ചതഞ്ഞ് വന്നില്ലേ. ഇത് കല്ലിലിട്ട് ചതച്ചാൽ പകുതി അവിടെ ഇവിടെ തെറിച്ചു പോകും. ഇതാകുമ്പോൾ ഒട്ടും പോത്തുമില്ല. അങ്ങനെ അതും മസാലയ്ക്കകത്തിട്ട് അതിനുശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് വിനാഗിരി ഒഴിക്കുന്നതെന്ന്. അങ്ങനെ അതും ഒഴിച്ചു കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പ് ഇട്ടതിന് ശേഷം എണ്ണ ഒഴിച്ച് നല്ലപോലെ ആ മസാല അങ്ങ് കുഴച്ചെടുക്കണം. അതിനുശേഷം മീനിൻ്റെ പുറത്ത് തേച്ച് പിടിപ്പിക്കാം.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ മസാലക്കൂട്ട് ഇത്രയൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഓരോ മീൻ ഇത്ര ഇത്ര എന്ന് പറഞ്ഞ് കൊടുക്കണം. അല്ലെങ്കിൽ ആർക്കെങ്കിലും കിട്ടാതെ വന്നെങ്കിൽ സങ്കടമാവൂലേ. അങ്ങനെ എല്ലാവർക്കും ഇച്ചിരി 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 കൊടുത്തു. അങ്ങനെ ഫുൾ മീനിൽ മസാലകളെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. അത് കഴിഞ്ഞൊരു നല്ലൊരു ടിന്നിലോട്ടെടുത്ത് എല്ലാം ഇങ്ങനെ അടുക്കി പെറുക്കി വൃത്തിയാക്കി വെക്കണം. ഒരു കാര്യം കൊണ്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് എടുത്തപ്പോൾ നമുക്ക് ആ ടൈമിൽ പൊരിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഈ മീൻ ഇങ്ങനെ വറുത്ത് വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കഴിക്കാൻ നേരം അപ്പം വറുത്തെടുക്കുന്ന കേട്ടോ എനിക്കിഷ്ടം, ചൂടുകൂടിയിട്ട്. അതാണ് ടേസ്റ്റ്. മസാല തേച്ച് വെക്കുകയാണെങ്കിൽ വലിയ പണിയില്ലല്ലോ. അപ്പം ആവശ്യത്തിനെടുത്ത് നമുക്ക് പൊരിക്കാമല്ലോ. അതുകൊണ്ട് എല്ലാവരെയും എടുത്ത് ടിന്നിൻ്റെ അകത്തിട്ട് അടച്ച് കൊണ്ടുപോയി നമുക്കിനി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഇനി ഒരു അരമണിക്കൂർ അവരവിടെ ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കട്ടെ. ഇത്രയും നേരം ഞാനിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ആകെ പാവം മടുത്ത് കാണും. ഇനി റെസ്റ്റിംഗ് ടൈമാണ് അവരുടെ. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കരിവേപ്പില നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. മീൻ പൊരിക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചെറുക്കാപ്പ എഴുന്നേറ്റ് വന്നു കേട്ടോ. അവനവിടെ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നത്. ഇനി എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ മീൻകുട്ടന്മാരെ നമുക്ക് എത്ര എണ്ണമാണ് വേണ്ടത്. ഇപ്പം ഞങ്ങൾ ഇന്ന് 2 പേരെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ 2 മീനെ പൊരിക്കുന്നുള്ളൂ കേട്ടോ. 2 മീൻ എടുത്ത് അതിലോട്ട് അങ്ങിട്ട് കൊടുക്കുക. പാവം ഇന്നലെ ഈ സമയത്തൊക്കെ ജീവിച്ചിരുന്ന മീനാ ഇന്നിപ്പം ഞങ്ങളുടെ വായിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. പാവം എന്താ ഭംഗിയല്ലേ. പിന്നെ നമ്മൾ മീൻ വറക്കുമ്പോഴേ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് വറക്കുന്ന നല്ലത് കേട്ടോ. എന്നാണെങ്കിൽ ഫുള്ള് വെന്ത് കിട്ടും. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. നമ്മുടെ ആ മീനിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം പെട്ടെന്ന് കരിഞ്ഞിട്ട് ഉള്ളിൽ നല്ലപോലെ വേഗത്തില്ല. അപ്പം തീ കുറച്ച് വെക്കുകയാണെങ്കിൽ നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ മീനൊക്കെ ഇത് ഏകദേശമൊക്കെ ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പയ്യെ ഇവരെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യത്തെ മീൻ നല്ല അനുസരണമായിരുന്നു കേട്ടോ. ആദ്യം ഒറ്റ അടുപ്പിൽ തന്നെ വന്ന്. അടുത്തവൻ ഇച്ചിരി ഒരു അഹങ്കാരം കൂടുതലാണ്. അവൻ ഇച്ചിരി വലിപ്പം കൂടുതലുള്ളതുകൊണ്ടാണോ എന്നറിയത്തില്ല. വടവടെ എന്തേതാ എൻ്റെ സ്പൂണിൽ അവൻ കയറുന്നില്ല. ഞാൻ പെടാപ്പാട് പെട്ടാണ് അതിന് ഒരു വ്യക്തി ഇങ്ങനെ സ്പൂണിൽ കയറ്റിയത് കേട്ടോ. ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. അവനെ വേഗം കഴിക്കണം. എന്താണ് പ്രൗഢിക്ക് കുറവൊന്നും വേണ്ട. നമുക്കിനി കുറച്ച് ഡെക്കറേഷൻ ആകാം. അങ്ങനെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് നമ്മൾ കണ്ടോ, നോക്കൂ എൻ്റെ മീനിൻ്റെ പൊരിച്ചത്. എൻ്റെ മീൻ പൊരിച്ചത് കാണാൻ എന്താണ് ഭംഗി. കണ്ടോ ഗൈസ്. അങ്ങനെ ഞാൻ ഉണ്ണേട്ടിന് കൊടുത്തിട്ട് വലിയ മീൻ ഉണ്ണേട്ടിന് തന്നെ കൊടുത്തു. അവൻ അത് തന്നെ വേണേ. അവൻ ഇച്ചിരി അഹങ്കാരമായിരുന്നു. അങ്ങനെ ഉണ്ണിയേട്ടൻ്റെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. കഴിക്കുന്നതിന് മുന്നേ ഭയങ്കര റിയാക്ഷനൊക്കെയാണ് കേട്ടോ. സമയം ഒരുപാട് പോയി ഗൈസ്. വിശന്ന് കുടലൊക്കെ കത്താൻ തുടങ്ങി. അങ്ങനെ ഉണ്ണിയേട്ടൻ കഴിച്ചിട്ട് നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞത്. ഇപ്പം ഞാനിച്ചിരി കഴിച്ച് നോക്കാം. ഞാൻ കഴിച്ച് നോക്കിയപ്പോഴും എനിക്ക് വലിയ തരക്കേടില്ലെന്ന് തോന്നി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല പിന്നെ ഫ്രഷ് മീനായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മമ്മിയുടെ തീയിലും മീൻ പൊരിച്ചതും സബോളയുടെ പീസും അച്ചാറും എല്ലാം കൂട്ടി അങ്ങ് പിടിച്ചു. അപ്പം ഇന്നത്തെ ഊണ് കുശാൽ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സി യു.